നമസ്കാരം, ഞാൻ സുശാന്ത് നിലമ്പൂരാണ്. കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് വീട് പണി എന്തായെന്ന് ചോദിച്ച്. 5 വീടിൻ്റെ തറപ്പണി കഴിഞ്ഞു, 5 വീടിൻ്റെ വാർപ്പും കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ മൊത്തത്തിൽ 1.5 ഏക്കർ സ്ഥലമാണുള്ളത്. ആദ്യഘട്ടത്തിൽ 10 വീട് നിർമ്മിച്ച് മലപ്പുറം ജില്ലയിലുള്ള അർഹതപ്പെട്ട വീടില്ലാത്ത കുടുംബങ്ങൾക്ക് നൽകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അറിവിൽ അത്തരത്തിൽ അർഹതപ്പെട്ട കുടുംബങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം അവരിലേക്കൊന്ന് ഷെയർ ചെയ്തെത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഈ വീട് നിർമ്മാണത്തിൻ്റെ പേരിൽ നമ്മൾ ഇന്ന് വരെ ഒരാളിൽ നിന്നും 1 രൂപ വാങ്ങിച്ചിട്ടില്ല. നമുക്ക് ഇതുവരെ 25 ലക്ഷത്തോളം രൂപ ഈ വീടിൻ്റെ നിർമ്മാണത്തിന് ചിലവായിട്ടുണ്ട്. ഇനി 35 ലക്ഷം രൂപ കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് 10 വീടിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വ്യക്തികൾക്കോ സംഘടനകൾക്കോ ഞങ്ങളെ സഹായിക്കാൻ കഴിയുമെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ഞങ്ങളെ നമ്പറിൽ ബന്ധപ്പെടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഈ വീടിൻ്റെ നിർമ്മാണത്തിന് ഞങ്ങളൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ സാമ്പത്തികമായ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ആ കമ്മിറ്റിയാണ്. അത് വളരെ സുതാര്യമായ രീതിയിൽ തന്നെ നിങ്ങളുടെ മുന്നിൽ കൈകാര്യം ചെയ്യുമെന്ന് കൂടെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പ് നൽകുകയാണ്. മലപ്പുറം ജില്ലയിൽ തിരുവാലി പഞ്ചായത്തിൽ നിർധനരായ 30 കുടുംബങ്ങൾക്ക് വീടൊരുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഹരിതതീരം ഭവന പദ്ധതി എന്ന പേരിൽ നമ്മളിവിടെ വീട് നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. അതിൽ 5 വീടിൻ്റെ വാർപ്പ് കഴിഞ്ഞു, 5 വീടിൻ്റെ തറപ്പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നമുക്ക് 5 വീട് ഒരു ട്രസ്റ്റ് നൽകാമെന്ന് പറഞ്ഞതായിരുന്നു. അവർ സാമ്പത്തികം ഡിലേ ആയതിൻ്റെ പേരിലാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഈ ഹരിതതീരം ഭവന പദ്ധതിയുടെ പേരിൽ. ആ കമ്മിറ്റി അംഗങ്ങളാണ് എനിക്ക് പുറകെ ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യഘട്ടത്തിൽ 10 വീട് നിർമ്മിച്ച് നൽകണം എന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. നിർഭാഗ്യവശാൽ 5 വീടിൻ്റെ വാർപ്പ് മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പദ്ധതിയായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ഞങ്ങളുടെ അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ നൽകണമെന്ന് വിനയത്തോട് കൂടിയിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇനി കമ്മിറ്റിക്കാർക്ക് എന്താ പറയാനുള്ളത് കേൾക്കാം. ഹലോ, അസ്സാം വലൈക്കും വറഹമത്തുള്ള. ഞാൻ MT മുഹമ്മദ് ഇബ്രാഹിം ആമിയൂർ, ചുണ്ടാപ്പ് എന്ന പേരിൽ തന്നെ അറിയപ്പെടുക. ഈ സ്ഥലം 1.5 ഏക്കർ സ്ഥലമാണ്. ഇതിൽ 30 വീട് ചെയ്യണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ 10 വീടിൽ 5 വീടിൻ്റെ പണി ഏകദേശമായി, 5 തറപ്പണിയും കഴിഞ്ഞു. ഇതൊരു സാമ്പത്തികപരമായിട്ട് വളരെ ക്ഷീണത്തിലാണ് ഞങ്ങളെ ഈ എല്ലാവരും കൂടി ഒന്ന് സഹായിച്ച് ഈ വീട് നിർധനരായ കുടുംബങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഭർത്താവില്ലാത്ത ഇട്ടുപോയവർ, എത്തിയും കുട്ടികൾ, ഇങ്ങനെയുള്ളതിന് അർഹതപ്പെട്ടവർക്ക് മലപ്പുറം ജില്ലയിൽ ആർക്കാരും കൊടുക്കും. അപേക്ഷകൾ സ്വീകരിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അതിൻ്റെ പുറമെ മറ്റുള്ള ഈ ബാക്കിയുള്ള സ്ഥലത്ത് ഏതെങ്കിലും കമ്മിറ്റികളോ സംഘടനകളോ ആർക്കെങ്കിലും വീട് വെച്ച് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളിത് സൗകര്യം ചെയ്ത് കൊടുക്കുന്നതാണ്. എൻ്റെ പേര് ജാസിർ, അരീക്കോടാണ് സ്വദേശം. ഞാൻ ആണ് ഈ പദ്ധതിയുടെ എഞ്ചിനീയറാണ്. ഇവിടെ നമ്മൾ ആദ്യഘട്ടത്തിൽ 10 വീടുകളാണ് എടുക്കുന്നത്. ഈ 10 വീടുകൾ ഏതാണ്ട് 600-605 സ്ക്വയർ ഫീറ്റ് വരുന്ന വളരെ മനോഹരമായ ഒരു വീടാണ്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ധാരാളമായിട്ടും അവരെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള നല്ലൊരു വീടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ 10 വീടുകളിൽ 5 വീടിൻ്റെ മെയിൻ സ്ലാബ് പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഈ വീടിന് നമ്മൾ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ടാണ് ഈ വീടുകൾ ചെയ്യുന്നത്. വളരെ മനോഹരമായ വീടാണ്. അതോടൊപ്പം ഒരു വീടിന് ഏതാണ്ട് നമുക്ക് 6 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഫുൾ ഫിനിഷിങ്ങിന് വരുന്നത്. ഹലോ, അസ്സാം വലൈക്കും. ഞാൻ സമീറാണ്. ഇവിടെ ഈ കമ്മിറ്റിയിലെ അംഗമാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ പ്രദേശ ക്ലബിൻ്റെ ട്രഷറാണ്. ഇത് ബിജോട്ടന് ക്ലബിൻ്റെ പ്രസിഡൻറ്റ്. പിന്നെ നമ്മുടെ നാട്ടിലെ ചാരിറ്റിക്കൊക്കെ മുന്നിട്ടിറങ്ങുന്ന നാട്ടിലെ പ്രമുഖനായ കൊല്ലയുടെ മജീദാക്ക, ഹംസാക്ക, ഞങ്ങളൊക്കെയാണ് ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹികളാണ്. അപ്പം നിങ്ങളെ കൊണ്ട് കഴിയുന്നത്ര സഹായങ്ങൾ ഈ ട്രസ്റ്റൊക്കെ നിങ്ങൾ സംഭാവന ചെയ്യുക. അതിൻ്റെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ ട്രസ്റ്റിൻ്റെ പേരിലുള്ള ഒരു ജോയിൻ്റ് അക്കൗണ്ടാണ്. കമ്മിറ്റി അംഗങ്ങളൊക്കെ ഉൾപ്പെട്ട ഒരു അക്കൗണ്ടാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഫണ്ട് എങ്ങനെ ചിലവഴിക്കുക എന്നുള്ളത് ഈ കമ്മിറ്റിക്കാർ എല്ലാവരും കൂടിയിട്ട് തീരുമാനിച്ചിട്ടാണ് ചെയ്യുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ ആശങ്കയ്ക്കും വകയില്ല. നല്ല രീതിയിൽ തന്നെ ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിയും.